നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി മിഡിയസ്റ്റ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. യുദ്ധത്തെ തുടർന്ന് ദുരിതത്തിലായ ഗസയിലെ ജനങ്ങൾക്ക് സഹായവുമായി UAE-യിൽ നിന്ന് പുറപ്പെട്ട 4ാമത് കപ്പൽ ഈജിപ്തിലെ അൽ ആരിഷ് തുറമുഖത്തെത്തി. ഈ മാസം 8-ന് ഫുജൈറ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പലിൽ 4750 ടൺ ഭക്ഷണവും 590 ടൺ താമസ സാമഗ്രികളുമാണ് ഉള്ളത്. കപ്പലിലെ സഹായ വസ്തുക്കൾ റഫ അതിർത്തി വഴി ഗസയിലെത്തിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ഗാലൻ നൈറ്റ് 3യുടെ ഭാഗമായാണ് 5340 ടൺ ജീവകാരുണ്യ സാമഗ്രികളുമായി കപ്പൽ അയച്ചത്. എമിറേറ്റ്സ് റെഡ് ക്രസന്റ്, സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ ചാരിറ്റബിൾ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ, ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ ഫൗണ്ടേഷൻ എന്നിവയാണ് കപ്പലിലേക്ക് ചരക്ക് കൈമാറിയിരിക്കുന്നത്. 313 ട്രക്കുകളിലായാണ് കപ്പലിലേക്ക് ചരക്ക് എത്തിച്ചത്. ക്യാപ്റ്റൻ ഉൾപ്പെടെ 34 ക്രൂ അംഗങ്ങളാണ് കപ്പലിലുള്ളത്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി UAE ചെയ്തു വരുന്നുണ്ട്. ഇതിനു പുറമെ 2 ഫീൽഡ് ഹോസ്പിറ്റലുകളും സ്ഥാപിച്ചു. ഇവയിലൊന്ന് ഗസക്കുള്ളിലും മറ്റൊന്ന് അൽ ആരിഷിൽ ഒരു ഫ്ലോട്ടിംഗ് ആശുപത്രിയുമായാണ് പ്രവർത്തിക്കുന്നത്. 5 ഓട്ടോമാറ്റിക് ബേക്കറികളും സ്ഥാപിച്ചിട്ടുണ്ട്. ഗസയിൽ നിലവിലുള്ള 8 ബേക്കറികൾക്ക് മാവ് എത്തിച്ചു നൽകുന്നതും UAE ഏറ്റെടുത്തിരിക്കുകയാണ്. കൂടാതെ പ്രതിദിനം 1.2 ദശലക്ഷം ഗാലൻ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന 6 ജലശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇതിന്റെ പ്രയോജനം 6 ലക്ഷത്തിലേറെ ഗസ നിവാസികൾക്കാണ് ലഭിക്കുന്നത്. ഗസയിൽ നിന്ന് പരിക്കേറ്റവരും ക്യാൻസർ ബാധിതരുമായി ചികിത്സ ആവശ്യമുള്ളവരെ UAE-യിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയും തുടരുകയാണ്. മീഡിയ 1 ദുബൈ. ഖത്തറിലെ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനയുണ്ടായതായി കേന്ദ്ര സർക്കാർ. പാർലമെന്റിൽ സർക്കാർ നൽകിയ കണക്ക് പ്രകാരം ഖത്തറിലെ ഇന്ത്യക്കാരുടെ എണ്ണം 8.35 ലക്ഷമാണ്. GCC രാജ്യങ്ങളിൽ ആകെ 92.5 ലക്ഷം ഇന്ത്യക്കാരാണ് ഉള്ളത്. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധസിംഗാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം സംബന്ധിച്ച കണക്കുകൾ പാർലമെന്റിൽ അറിയിച്ചത്. നിലവിലെ കണക്ക് പ്രകാരം 8.35 ലക്ഷം ഇന്ത്യക്കാരാണ് ഖത്തറിലുള്ളത്. 2022-23 വർഷത്തെ കണക്കുകൾ പ്രകാരം ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം 7.45 ലക്ഷമായിരുന്നു. GCC രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം 92.58 ലക്ഷം കടന്നു. UAE-യിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത്, 35.54 ലക്ഷം. 2ാം സ്ഥാനത്ത് സൗദി അറേബ്യയും 3ാം സ്ഥാനത്ത് കുവൈത്തുമാണ്. സൗദിയിൽ 26.45 ലക്ഷവും കുവൈത്തിൽ 10 ലക്ഷം ഇന്ത്യക്കാരുമാണുള്ളത്. GCC രാജ്യങ്ങളിൽ ഏറ്റവും കുറച്ച് ഇന്ത്യക്കാർ കഴിയുന്നത് ബഹ്റൈനിലാണ്, 3.5 ലക്ഷം. ജൂൺ മാസത്തിലെ കണക്കുകൾ പ്രകാരം സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ 28.57 ലക്ഷമാണ് ഖത്തറിലെ ജനസംഖ്യ. അതായത് ഖത്തറിലെ ആകെ ജനസംഖ്യയുടെ 29% ഇന്ത്യക്കാരാണ്. ഖത്തർ, ബഹ്റൈൻ, UAE, സൗദി എന്നിവിടങ്ങളിലെ ഇന്ത്യക്കാരുടെ എണ്ണം മുൻ വർഷങ്ങളെക്കാൾ വർദ്ധിച്ചപ്പോൾ കുവൈത്തിലും ഒമാനിലും കുറഞ്ഞതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. മീഡിയ 1 ദോഹ. 2 വർഷം പിന്നിടുന്ന ഇന്ത്യ-UAE സമഗ്ര സാമ്പത്തിക കരാർ ശരിയായ ദിശയിൽ മുന്നേറുന്നതായി UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽ മർറി. കയറ്റിറക്കുമതി രംഗത്ത് അപ്രതീക്ഷിത മുന്നേറ്റം ഉറപ്പാക്കാൻ കഴിഞ്ഞതായി മന്ത്രി. ചെന്നൈയിൽ UAE സംഘം നടത്തിയ പുതിയ സന്ദർശനം ഏറെ വിജയകരമാണെന്നും മന്ത്രി വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കയറ്റിറക്കുമതി രംഗത്ത് മികച്ച നേട്ടം ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് 2 വർഷം മുമ്പ് ഇന്ത്യയുമായി UAE സമഗ്ര സാമ്പത്തിക കരാർ രൂപപ്പെടുത്തിയത്. എല്ലാ തുറകളിലും നിർണിത ലക്ഷ്യം നേടുന്നതിൽ കരാർ മികച്ച വിജയം കൈവരിച്ചതായി സാമ്പത്തിക മന്ത്രി അബ്ദുല്ല ബിൻ തൗക്ക് അൽ മർറി പറഞ്ഞു. മറ്റു പല രാജ്യങ്ങളുമായും സെഫ കരാറിൽ ഒപ്പുവയ്ക്കാൻ UAE-യെ പ്രേരിപ്പിക്കുന്നതിൽ ഇന്ത്യൻ സംഭാവന വളരെ വലുതാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. 2030 കയറ്റിറക്കുമതി $100 ബില്യൺ ഉയർത്തുക എന്നതാണ് ഇന്ത്യയും UAE-യും കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യത്തിലേക്കുള്ള കൃത്യമായ മുന്നേറ്റം പ്രകടമാണെന്നും മന്ത്രി വിശദീകരിച്ചു. 2022 മെയ് 1-നാണ് സെഫ കരാർ യാഥാർത്ഥ്യമാകുന്നത്. ഇതുവരെ കയറ്റുമതിയിൽ ഇരു രാജ്യങ്ങൾക്കും 16.41% വർധന ഉറപ്പാക്കാനായി. ആഭരണം, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ, പച്ചക്കറി ഉൾപ്പെടെ വിവിധ തുറകളിൽ കാര്യമായ കയറ്റുമതിയാണ് ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്കുണ്ടായത്. ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപവും ഗണ്യമായി വർദ്ധിച്ചു. UAE-യിൽ ആരംഭിച്ച ഇന്ത്യൻ കമ്പനികളുടെ എണ്ണം മൊത്തം 83,000-ആയി ഉയർന്നതായും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ചയാണ് UAE സാമ്പത്തിക മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള UAE സംഘം ചെന്നൈയിലെത്തി വ്യാപാര പ്രമുഖരുമായും മറ്റും ചർച്ച നടത്തിയത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവരുമായും ചർച്ച നടന്നു. ചെറുകിട ഇടത്തരം നിക്ഷേപകരെ കൂടുതലായി ആകർഷിക്കാനുള്ള നടപടികൾ തുടരുമെന്നും UAE സാമ്പത്തിക മന്ത്രി കൂട്ടിച്ചേർത്തു.
മീഡിയ 1 ദുബൈ. പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ മോശമായി ചിത്രീകരിച്ചതിനെ ഖത്തർ അന്താരാഷ്ട്ര സഹകരണ മന്ത്രി ലുൽവ ബിൻത് റാഷിദ് അൽ ഖാത്തർ. സംഭവത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഒരു മുസ്ലിം എന്ന നിലയിൽ യേശുക്രിസ്തുവിനെ ചിത്രീകരിച്ച രീതിയിൽ തീർത്തും വിയോജിക്കുന്നതായി ലുൽവ അൽ ഖാത്തർ എക്സിൽ കുറിച്ചു. കുവൈത്തിൽ കനത്ത ചൂടും പൊടിക്കാറ്റും. രാവിലെ മുതൽ മിക്കയിടത്തും കാറ്റ് പൊടിപടലങ്ങൾ പടർത്തി. നിർത്തിയിട്ട വാഹനങ്ങളും കാൽനടക്കാരും പൊടിക്കാറ്റിൽ വലഞ്ഞു. വരും ദിവസങ്ങളിലും പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കുവൈത്തിൽ മർസം സീസൺ നാളെ മുതൽ ആരംഭിക്കും. അടുത്ത 13 ദിവസത്തേക്ക് മർസം ഹോട്ട് സീസൺ തുടരുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. ഈ ദിവസങ്ങളിൽ താപനില വർദ്ധിക്കുകയും അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായിരിക്കും. രാജ്യത്ത് ഈത്തപ്പഴം വിളവെടുക്കാൻ പാകമാകുന്ന സീസൺ കൂടിയാണ് മർസം സീസൺ. ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് അൽ മർസം. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഒമാനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച വരെ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും ഒറ്റപ്പെട്ട മഴ പെയ്തേക്കും. ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയും ഉണ്ടായേക്കാം. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നാഷണൽ മൾട്ടി ഹസാർഡ്സ് ഏർലി വാർണിംഗ് സെന്റർ വ്യക്തമാക്കി. 500ഓളം പുതിയ വിമാനങ്ങൾക്ക് ഓർഡർ നൽകി സൗദിയിലെ വിമാന കമ്പനികൾ. ഇന്ത്യയിലേക്കുൾപ്പെടെ വിവിധ സർവീസുകൾ വർദ്ധിക്കാനും തൊഴിലവസരങ്ങൾക്കും ഇത് ഗുണം ചെയ്യും. സൗദി എയർലൈൻസ്, റിയാദ് എയർ, ഫ്ലൈനാസ്, ഫ്ലൈ അദീൽ എന്നീ കമ്പനികളാണ് ഈ വർഷം പുതിയ കരാറുകളിൽ എത്തിയത്. വിവിധ വിമാനത്താവളങ്ങളിലൂടെ കഴിഞ്ഞ വർഷം 11.2 കോടി യാത്രക്കാരാണ് സൗദിയിൽ യാത്ര ചെയ്തത്. സൗദി അറേബ്യയിലെ വിമാന ഗതാഗതത്തിൽ 26% വർധനവും രേഖപ്പെടുത്തി. ഇതെല്ലാം കണക്കുകൂട്ടിയാണ് 500ഓളം വിമാനങ്ങളാണ് പുതിയതായി സൗദി അറേബ്യ വാങ്ങാൻ പോകുന്നത്. 160 എയർബസ് വിമാനങ്ങൾ കൂടിയാണ് ഫ്ലൈനാസ് ഈ ആഴ്ച ഓർഡർ നൽകിയത്. ഇതോടെ ആകെ ഓർഡർ ചെയ്ത വിമാനങ്ങൾ 280 ഉയർന്നു. 2007 തുടങ്ങിയ ഫ്ലൈനാസിന് കഴിഞ്ഞ വർഷം വരെ വെറും 41 വിമാനങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സൗദിയിലെ ശതകോടീശ്വരനായ വലീദ് ഇബ്നു തലാലിന്റെ കിങ്ഡം ഹോൾഡിംഗ് കമ്പനിയുടേതാണ് ഫ്ലൈനാസ്. അന്ന് അതിന്റെ 17% ഓഹരി സൗദി ഭരണകൂടത്തിന്റെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിനാണ്. ദേശീയ വിമാന കമ്പനിയായ സൗദി എയർലൈൻസിനും 105 പുതിയ വിമാനങ്ങൾക്കുള്ള പുത്തൻ ഓർഡറുകളിലൂടെ വ്യോമയാന രംഗത്തെ ഞെട്ടിച്ചിരുന്നു. നിലവിൽ സൗദി എയർലൈൻസിനുള്ളത് 143 വിമാനങ്ങളാണ്. സൗദിയുടെ വ്യോമയാന രംഗത്തെ 80 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടപാടാണിത്. സൗദി എയർലൈൻസിന് നിലവിൽ കൊച്ചിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അത് കരിപ്പൂരിലേക്കും ഈ വർഷം എത്തുമെന്നാണ് പ്രതീക്ഷ. സൗദി എയർലൈൻസ് ഓർഡർ നൽകിയ 105 പുതിയ വിമാനങ്ങളിൽ പകുതിയോളം ബജറ്റ് സർവീസ് നടത്തുന്ന ഫ്ലൈ അദീലിന് ഉപയോഗിക്കും. സൗദി എയർലൈൻസിന്റെ ബജറ്റ് എയർലൈനാണ് ഫ്ലൈനാസ്. സൗദി അറേബ്യയിലെ പുതിയതായി പ്രഖ്യാപിച്ച റിയാദ് എയറിന്റെ സർവീസും അടുത്ത വർഷം ആരംഭിക്കും. ഇതിനായി 100ലേറെ വിമാനങ്ങളുടെ ഓർഡറിൽ 39 വിമാനങ്ങളാണ് അടുത്ത വർഷം ലഭിക്കുക. പ്രവാസികൾക്കും ഇതിലൂടെ തൊഴിലവസരങ്ങൾക്ക് ഒരുങ്ങിയിരിക്കാം. മീഡിയ 1 റിയാദ്. വിമാന കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പൗരാവകാശ നിഷേധമെന്ന് ICF ജനകീയ സഭ. അവസാനിക്കാത്ത ആകാശചതികൾ എന്ന തലക്കെട്ടിൽ ICF കുവൈറ്റ് സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ രാജ്യത്തെ വിവിധ സംഘടനാ നേതാക്കൾ പങ്കെടുത്തു. അലവി സഖാഫി തെഞ്ചേരി അധ്യക്ഷത വഹിച്ചു. സാലിഫ് കിഴത്തേതിൽ വിഷയം അവതരിപ്പിച്ചു. അബ്ദുള്ള വടകര മോഡറേറ്ററായിരുന്നു. നീതീകരിക്കാനാകാത്ത ടിക്കറ്റ് നിരക്ക് വർധനയിലൂടെയും ഷെഡ്യൂൾ മാറ്റങ്ങളിലൂടെയും വിമാന കമ്പനികൾ നടത്തുന്ന ചതികൾ പ്രവാസ ലോകത്തെ ഇന്ത്യക്കാരുടെ പൗരാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സൗദിയിലെ അൽഫൗ പ്രദേശം. ഡൽഹിയിൽ നടക്കുന്ന യുനെസ്കോയുടെ പ്രത്യേക സമ്മേളനത്തിൽ വെച്ചാണ് ഈ പ്രദേശം പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പുരാതന കിൻഡ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു അൽഫൗ പ്രദേശം. ക്രിസ്തുവിന് ശേഷം 450 മുതൽ 550 വർഷം വരെ നിലനിന്നിരുന്ന സാമ്രാജ്യമായിരുന്നു കിൻഡ സാമ്രാജ്യം. കിൻഡ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു കറിയത്ത് അൽഫൗ എന്നറിയപ്പെടുന്ന അൽഫൗ നഗരം. റിയാദ് പ്രവിശ്യയിൽപ്പെട്ട വാദി ദവാസറിൽ നിന്നും 100 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അക്കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന ജനത ഉപയോഗിച്ചിരുന്ന താമസ കെട്ടിടങ്ങൾ, ആരാധനാലയങ്ങൾ, സൂക്ക് അല്ലെങ്കിൽ വിപണന കേന്ദ്രങ്ങൾ എന്നിവയാണ് ഇവിടെ നിലനിൽക്കുന്നത്. കിൻഡ സാമ്രാജ്യത്തിലുള്ള ജനങ്ങൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളുടെ രൂപങ്ങളും ഇവിടെ നിന്നും കണ്ടെടുത്തിരുന്നു. 1940കളിലാണ് ആദ്യമായി മേഖലയിൽ പുരാവസ്തു ഗവേഷണം തുടങ്ങുന്നത്. ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു ഈ നഗരം.
കിൻഡ സാമ്രാജ്യത്തിന്റെ ഭാഗമായി കറിയത്ത് അൽഫൗ പ്രദേശത്തിന് സമീപം നിലനിന്നിരുന്ന നാട്ടുരാജ്യങ്ങളുമായാണ് യുദ്ധമുണ്ടായത്. ഇതിനുശേഷമാകാം ഈ പ്രദേശം ഉപേക്ഷിക്കപ്പെട്ടതെന്ന് കരുതുന്നു. 1940 സൗദി അരാംകോയുടെ ജീവനക്കാരാണ് ഒരു യാത്രക്കിടെ ഈ പ്രദേശം കണ്ടെത്തുന്നത്. തുടർന്നാണ് മേഖലയിൽ പുരാവസ്തു പരിശോധനകൾക്ക് തുടക്കം കുറിച്ചത്. 1970 മുതൽ 2003 വരെയാണ് റിയാദിലെ കിങ് സൗദി യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം മേഖലയിൽ പരിശോധനകൾക്ക് വിപുലമായ തുടക്കം കുറിച്ചത്. അതിനുശേഷമാണ് മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. പിന്നീട് ഫ്രഞ്ച്, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരും പരിശോധനയുടെ ഭാഗമായി ചേർന്നു. ഇതോടുകൂടിയാണ് മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചരിത്രങ്ങളിലേക്ക് എത്തുന്നത്. അക്കാലത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന സൂക്കുകൾ, മൺപാത്രങ്ങൾ, ആയുധങ്ങൾ, വീടുകൾ, ശ്മശാനങ്ങൾ എന്നിവ കണ്ടെത്തിയിരുന്നു. പ്രദേശത്ത് നിറയെ കിണറുകളും കണ്ടെത്തിയിട്ടുണ്ട്. 2 വർഷമായി ഈ പ്രദേശം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം സൗദി അറേബ്യ തുടരുകയായിരുന്നു. ഇതിനിടയിലാണിപ്പോൾ സൗദിയിലെ 8ാമത്തെ യുനെസ്കോ പൈതൃക കേന്ദ്രമായി അൽഫൗ പ്രദേശത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മദാഇൻ സ്വാലിഹിലെ അൽ ഹിജർ പ്രദേശം, റിയാദിലെ അൽ തുറൈഫ്, ജിദ്ദയിലെ ബലദ് പ്രദേശം, ഹായിൽ പ്രദേശത്തെ ശിലാലിഖിതങ്ങൾ, അൽഹസയിലെ മരുപ്പച്ച, നജ്റാനിലെ ഹിമ മേഖല, റിയാദിലെ ഉറുഖ് ബനി മആരിദ്, റോയൽ റിസർവ് എന്നിവയാണ് നേരത്തെ യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച സ്ഥലങ്ങൾ. മീഡിയ 1 റിയാദ്. പരിസ്ഥിതി സൗഹൃദ നടപടികൾക്ക് ഖത്തർ നാഷണൽ മ്യൂസിയത്തിന് അംഗീകാരം. 2022 ഏപ്രിൽ മുതൽ 2023 മാർച്ച് വരെയുള്ള കാലയളവിലെ പ്രകടനത്തിനുള്ള അംഗീകാരമായി കാർബൺ ന്യൂട്രാലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഒരു സാംസ്കാരിക സ്ഥാപനത്തിന് എങ്ങനെ പരിസ്ഥിതി സംരക്ഷണ ഇടപെടലുകൾ നടത്താമെന്നതിന്റെ മാതൃകയാണ് ഖത്തർ മ്യൂസിയം. മ്യൂസിയത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി കാർബൺ ന്യൂട്രാലിറ്റി സർട്ടിഫിക്കറ്റ് ഗൾഫ് ഓർഗനൈസേഷൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുമായി സഹകരിച്ചാണ് മ്യൂസിയത്തിന് പരിസ്ഥിതി മികവുള്ള അംഗീകാരമെത്തുന്നത്. ഹരിതഗ്രഹവാതകങ്ങൾ പുറന്തള്ളുന്നത് കുറയ്ക്കുകയും സമഗ്രമായ കാർബൺ ന്യൂട്രാലിറ്റി പ്ലാൻ വികസിപ്പിക്കുകയും ചെയ്തു. കാർബൺ ബഹിർഗമനം കുറയ്ക്കാനുള്ള ചുവടുവയ്പ്പുകൾക്കുള്ള അംഗീകാരമാണ് ന്യൂട്രാലിറ്റി സർട്ടിഫിക്കറ്റ് നേട്ടമെന്ന് നാഷണൽ മ്യൂസിയം ഡയറക്ടർ ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽത്താനി പറഞ്ഞു. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം, ഊർജ്ജക്ഷമതയുള്ള സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം, മാലിന്യ നിർമ്മാർജ്ജനവും പുനരുപയോഗവും പ്രോത്സാഹിപ്പിക്കുക, സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക, ജീവനക്കാരിൽ പാരിസ്ഥിതിക അവബോധമുണ്ടാക്കുക, ജല ഉപയോഗം നിയന്ത്രിക്കുക, കാർബൺ ബഹിർഗമനം സംബന്ധിച്ച് കൃത്യമായ വിലയിരുത്തൽ തുടങ്ങി ബഹുമുഖ പരിസ്ഥിതി സൗഹൃദ പദ്ധതികളാണ് നാഷണൽ മ്യൂസിയം തയ്യാറാക്കിയിരിക്കുന്നത്. മീഡിയ 1 ദോഹ. എമിറേറ്റൈസേഷന്റെ പേരിൽ വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെ സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും മുന്നറിയിപ്പുമായി UAE. എമിറേറ്റൈസേഷൻ സംവിധാനത്തെ മറികടക്കാനുള്ള ശ്രമങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞ് ശക്തമായി നേരിടുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സ്വദേശിവൽക്കരണം നടപ്പിലായെന്ന് വ്യാജ അവകാശവാദം നടത്തുക, നാഫിസ് പദ്ധതിയിലെ നേട്ടങ്ങൾക്കായി തെറ്റായ വിവരങ്ങൾ നൽകുക, നാഫിസിന് കീഴിൽ വർക്ക് പെർമിറ്റും മറ്റാനുകൂല്യങ്ങളും നേടിയ ഗുണഭോക്താവ് ജോലിക്ക് ചേരാതിരിക്കുക, ഗുണഭോക്താവ് സ്ഥിരമായി ജോലി ചെയ്യാതിരിക്കുക, നിയമപരമായ കാരണങ്ങളല്ലാതെ ഗുണഭോക്താവ് ജോലി അവസാനിപ്പിക്കുകയും അത് കമ്പനി അറിയാതിരിക്കുകയും ചെയ്യുക, പൗരന്റെ ആനുകൂല്യങ്ങളിൽ സംഭവിക്കുന്ന മാറ്റം റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നിവയെല്ലാം എമിറേറ്റൈസേഷന്റെ പേരിലുള്ള തട്ടിപ്പായി കണക്കാക്കും. ഒരേ ചുമതലകൾ നിർവഹിക്കുന്ന സഹപ്രവർത്തകരെക്കാൾ കുറഞ്ഞ വേതനം സ്വദേശിക്ക് നൽകുക, നാഫിസിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുമെന്ന് പറഞ്ഞ് സ്വദേശിയുടെ കൂലി കുറക്കുക എന്നിവ പാടില്ലെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. എമിറേറ്റൈസേഷൻ പരസ്യങ്ങൾ നൽകുന്നതിനും നിയന്ത്രണങ്ങളുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മന്ത്രാലയത്തിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ ഒഴിവുകൾ പരസ്യപ്പെടുത്തുമ്പോൾ എമിറേറ്റൈസേഷൻ നയങ്ങളോ അവയുടെ ആനുകൂല്യങ്ങളോ പരാമർശിക്കരുതെന്നും സ്വകാര്യ മേഖലയിലെ പൗരന്മാരുമായി ബന്ധപ്പെട്ട സർക്കാർ പിന്തുണയുടെയും പ്രോത്സാഹനങ്ങളുടെയും ഗുണങ്ങളൊന്നും തൊഴിൽ പരസ്യത്തിൽ ഉൾപ്പെടുത്തരുതെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. മീഡിയ 1 ദുബായ്. റിയാദിൽ കത്തി കാണിച്ച് കൊള്ളയടിക്കുന്ന 3 വിദേശികൾ അറസ്റ്റിൽ. യമൻ സ്വദേശികളാണ് പിടിയിലായത്. മൻഫുവ, ബത്ഹ ഭാഗങ്ങളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ്. റിയാദിന്റെ വിവിധ ഭാഗങ്ങളിൽ കത്തി കാണിച്ച് കൊള്ളയടിക്കുന്ന സംഭവങ്ങൾ അടുത്തിടെ വർദ്ധിച്ചിരുന്നു. ഇതിനു പിന്നാലെ റിയാദിലെ സുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധനയ്ക്കിടയിലാണ് കവർച്ചക്കാർ പിടിയിലായത്. പിടിയിലായ 3 പേരും യമൻ സ്വദേശികളാണ്. കത്തി കാണിച്ച് ആളുകളെ ഭയപ്പെടുത്തി പണവും മറ്റു വസ്തുക്കളും കൊള്ളയടിക്കുകയാണ് സംഘത്തിന്റെ രീതി. CCTV ദൃശ്യങ്ങളിലാണ് കൊള്ളയടിക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞത്. റിയാദിലെ മൻഫുവ, ബത്ഹ ഭാഗങ്ങളിൽ നിന്നു ലഭിച്ച ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചത്. ഇതേ തുടർന്ന് അന്വേഷണത്തിലാണ് സംഘം കെണിയിലാവുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും മറ്റു നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മീഡിയ 1 റിയാദ്.
റെസിഡൻസി നിയമം ലംഘിക്കുന്നവർക്കെതിരെ കുവൈത്ത് നടത്തുന്ന നടപടികളെ മാനിക്കുന്നതായി ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈക. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമാണ് ഇന്ത്യക്കാർ. ഇരു രാജ്യങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളുടെ ബന്ധമാണ് ഉള്ളത്. നിലവിൽ 10 ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികൾ രാജ്യത്തെ വിവിധ മേഖലകളിൽ ജോലി ചെയ്തു വരുന്നതായി അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക മാധ്യമമായ അൽ റായുമായി സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ആദർശ് സ്വൈക. വിദേശകാര്യ മന്ത്രാലയം ഗൾഫ് കാര്യ ജോയിന്റ് സെക്രട്ടറി അസീം മഹാജന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘത്തിന്റെ കുവൈത്ത് സന്ദർശന കാലയളവിൽ നിരവധി സഹകരണ കരാറുകൾ ഒപ്പുവെച്ചതായും വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുവാൻ തീരുമാനമായതായും ഡോക്ടർ ആദർശ് സ്വൈക വ്യക്തമാക്കി. അടുത്ത വിദേശകാര്യ മന്ത്രാലയ കൂടിയാലോചന ന്യൂഡൽഹിയിൽ നടത്താൻ ധാരണയായതായി അദ്ദേഹം പറഞ്ഞു. കുവൈത്തിൽ പുതിയ വിലാസം അപ്ഡേറ്റ് ചെയ്യാത്ത 409 പേരുടെ അഡ്രസ്സുകൾ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ സിവിൽ ഐഡിയിൽ നിന്ന് നീക്കം ചെയ്തു. നേരത്തെ ഇവർ താമസിച്ചിരുന്ന കെട്ടിടം പൊളിച്ചു നീക്കം ചെയ്തതിനെ തുടർന്നാണ് നടപടി. വിലാസം നീക്കം ചെയ്തവർ 30 ദിവസത്തിനകം പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യണം. ഇതിനായി പാസി ഓഫീസ് സന്ദർശിക്കണമെന്ന് സിവിൽ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. സർക്കാർ ഏകീകൃത ആപ്പായ സഹൽ വഴിയും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാമെന്നും പാസി അറിയിച്ചു. ലോട്ടറിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ആദ്യമായി ലൈസൻസ് അനുവദിച്ച UAE. ജനറൽ കമേഴ്ഷ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റിയാണ് അംഗീകൃത സ്വഭാവത്തിലുള്ള ലോട്ടറിക്ക് പ്രവർത്തനാനുമതി നൽകിയത്. സുതാര്യതയും വിശ്വാസ്യതയും ഉപഭോക്തൃ സംരക്ഷണവും അടിസ്ഥാനമാക്കിയ ഉത്തരവാദിത്തമുള്ള ഗെയിമിംഗ് മേഖല സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള നാഴികക്കല്ലാണ് പ്രഖ്യാപനമെന്ന് അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. ദുബായിലെ പ്രമുഖ ഷോപ്പിംഗ് കേന്ദ്രമായ മാൾ ഓഫ് ദി എമിറേറ്റ്സിന്റെ മുഖച്ഛായ മാറ്റാൻ വൻ വികസന പദ്ധതിയുമായി RTA. മാളിന്റെ കവാടവും ചുറ്റുമുള്ള സ്ട്രീറ്റുകളും കവലകളും വികസിപ്പിക്കുന്നതാണ് പദ്ധതി. ഇത് സംബന്ധിച്ച് മാജിദ് അൽ ഫുതൈം ഗ്രൂപ്പുമായി ദുബായ് RTA കരാറിൽ ഒപ്പുവച്ചു. ഏതാണ്ട് 165 ദശലക്ഷം ദിർഹം ചെലവ് വരുന്നതാണ് പദ്ധതി. കാൽനട സൈക്ലിംഗ് പാതകളുടെ വിപുലീകരണവും പദ്ധതിയുടെ ഭാഗമാണ്. അബുദാബിയിൽ നിന്നും ജബലലിയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് മാൾ ഓഫ് ദ എമിറേറ്റ്സ് പാർക്കിംഗ് ഏരിയയിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുന്നതോടെ വഴിയൊരുങ്ങും. ഇതിനായി ഷെയ്ഖ് സായിദ് റോഡിൽ 300 മീറ്റർ പാലം ഒറ്റവരിയായി നിർമ്മിക്കും. ഉമ്മുസുക്കിൻ കവലയിൽ നിലവിലെ റാമ്പ് വീതി കൂട്ടുന്നതും പദ്ധതിയുടെ ഭാഗമാണ്. മാളിനു ചുറ്റുമായി 2.5 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ഉപരിതല റോഡുകളും വികസിപ്പിക്കും. മാൾ ഓഫ് ദ എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനിലെ ബസ് സ്റ്റേഷനും നവീകരിക്കും. കെമ്പിൻസ്കി ഹോട്ടലിന് സമീപമുള്ള 1 വേ റോഡ് 2 വേയിലേക്ക് മാറ്റും. കാൽനട യാത്രക്കാർക്ക് സൈക്ലിംഗ് പാതകൾ മെച്ചപ്പെടുത്തുന്നതും പദ്ധതിയിൽ ഉൾപ്പെടും. നടപ്പാത, ലൈറ്റിംഗ്, ട്രാഫിക് സിഗ്നലുകൾ, ഡ്രെയിനേജ് സംവിധാനം എന്നിവയും പൂർത്തീകരിക്കുന്നതോടെ പ്രദേശത്തിന്റെ മുഖച്ഛായ അടിമുടി മാറുമെന്ന് RTA അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 ദുബൈ. സ്ഥാനം നേടി ഒമാൻ. റാങ്കിങ്ങിൽ 7 സ്ഥാനങ്ങൾ ഉയർത്തി 58ാം സ്ഥാനമാണ് സുൽത്താനേറ്റ് നേടിയത്. ഹെൻലി പാസ്പോർട്ട് സൂചികയിലാണ് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചത്. ഒമാൻ പാസ്പോർട്ടുള്ളവർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങളുടെ എണ്ണം 86-ലെത്തിയതോടെയാണ് ആഗോള പട്ടികയിൽ സുൽത്താനേറ്റ് 58ാം സ്ഥാനത്തെത്തിയത്. കഴിഞ്ഞ വർഷം 82 രാജ്യങ്ങളിലേക്കായിരുന്നു ഒമാൻ പാസ്പോർട്ടുള്ളവർക്ക് വിസരഹിത യാത്ര നടത്താൻ സാധിച്ചിരുന്നത്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ നൽകിയ രേഖകളിൽ നിന്നാണ് ഹെൻലി ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകൾ നിർണ്ണയിക്കുന്നത്. സിംഗപ്പൂർ പാസ്പോർട്ടാണ് പട്ടികയിൽ ഒന്നാമത്. 195 രാജ്യങ്ങളിലേക്ക് സിംഗപ്പൂർ പാസ്പോർട്ടുമായി വിസരഹിതമായി യാത്ര ചെയ്യാനാവും. 192 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന പാസ്പോർട്ടുമായി ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് 2ാം സ്ഥാനത്ത്. GCCയിൽ UAE ആദ്യമായി ആദ്യ 10ൽ ഇടം നേടി. മീഡിയ 1 മസ്കത്ത്. ഇടപ്പാളയം പ്രവാസി കൂട്ടായ്മയുടെ അൽ ഐൻ ചാപ്റ്റർ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടക്കമായി. അബ്ബാസ് മേലെവളപ്പിൽ, മുബാറക് കോലക്കാട്ട് എന്നിവരിൽ നിന്ന് കുഞ്ഞി മുഹമ്മദ് കുറ്റിപ്പാൽ ആദ്യ അംഗത്വം സ്വീകരിച്ചു. ഫൈസൽ KS മുഖ്യാതിഥിയായി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ദുബായ് KMCC തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി ഇൻസ്പയർ 2024 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. ആഗസ്റ്റ് 11-നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. PK അൻവർ നഹ, കബീർ ടെലികോൺ, സുൽഫിക്കർ അഹമ്മദ്, VC സൈദലവി എന്നിവർ സംബന്ധിച്ചു. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ AA റഷീദിന് സംസ്കൃതി ഖത്തറിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. സംസ്കൃതി പ്രസിഡന്റ് സാബിത് സഹീർ അധ്യക്ഷത വഹിച്ചു. കേരള പ്രവാസി ക്ഷേമ ബോർഡ് ഡയറക്ടർ EM സുധീർ ആശംസകൾ നേർന്നു. സംസ്കൃതി ജനറൽ സെക്രട്ടറി ഷംസീർ അരീക്കുളം സ്വാഗതവും സെക്രട്ടറി ബിജു P മംഗലം നന്ദിയും പറഞ്ഞു. ജനവിധിയും ഭരണഘടനയും എന്ന വിഷയത്തിൽ റിയാദ് OICC ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്ത ചർച്ച സെൻട്രൽ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് സജീർ പൂന്തുറ ഉദ്ഘാടനം ചെയ്തു.
റിയാദ് ഡി പാലസ് സബർമതി ഹാളിലായിരുന്നു ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചത്. രാഷ്ട്രം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു വർഗീയ ഫാസിസത്തിനും ഭരണഘടന ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ലെന്നും മതേതരത്വവും ഫെഡറലിസവും വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണിതെന്നും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. മോദിയുടെ അബ് കി ബാർ 400 പാർ ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭ്രാന്തിയാണ്. ഇളകിയ അധികാര കസേര ഉറപ്പിക്കാനാണ് ഇത്തവണത്തെ ബജറ്റ് ഉപയോഗിച്ചതെന്നും ചർച്ചയിൽ വിമർശനമുയർന്നു. ജില്ലാ പ്രസിഡന്റ് തൽഹത്ത് ഹനീഫ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അൻസായി ഷൗക്കത്ത്, രാജേഷ് ഉണ്ണിയാട്ടിൽ, ഇബ്രാഹിം, ഷാനവാസ് പുന്നിലത്ത്, അഡ്വക്കേറ്റ് LK അജിത്, ഷാജി റസാഖ്, ഷാഫി ചിറ്റത്തുപാറ, സുധീർ കുമ്മിൾ, ഇല്യാസ് പാണ്ടിക്കാട്, വിനോദ്, സലീം പള്ളിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകൻ ജയൻ കൊടുങ്ങല്ലൂർ ചർച്ച നിയന്ത്രിച്ചു. മീഡിയ 1 റിയാദ്. സൗദിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി ജനകീയ സദസ്സ് സംഘടിപ്പിച്ച് ICF. ഹായിലിൽ സംഘടിപ്പിച്ച സദസ്സ് അബ്ദുൽ ഹമീദ് സക്കാഫി കാടാച്ചിറ ഉദ്ഘാടനം ചെയ്തു. സൗദിയിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരിശോധന കർശനമാക്കിയ സാഹചര്യത്തിലാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി ICF ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ അടങ്ങുന്ന പ്രഭാഷണങ്ങളും സദസ്സിന്റെ ഭാഗമായി. ലഹരി വിരുദ്ധ പദ്ധതിയുടെ ഭാഗമായി ലഘുലേഖ വിതരണം, റൂം സന്ദർശനം, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്നും വക്താക്കൾ അറിയിച്ചു. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ലഹരിയുടെ ചതിയിൽ പെടുന്നത്. താൽക്കാലിക സുഖവും ലാഭവും മാത്രവുമാണ് പ്രതീക്ഷയെന്നും സദസ്സ് ഓർമ്മപ്പെടുത്തി. സാധാരണക്കാരായ പ്രവാസികളെ ചതിയിൽപ്പെടുത്തുന്ന ഇത്തരം സംഘങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും സ്വർണ്ണക്കള്ളക്കടത്ത് പോലുള്ള മറ്റു ചതികളെക്കുറിച്ചും കരുതിയിരിക്കണമെന്നും സദസ്സ് സൂചിപ്പിച്ചു. ഇസ്മായിൽ സാദി പാറപ്പള്ളി, ബഷീർ സാദി, അഫ്സൽ കായംകുളം, മുനീർ സക്കാഫി വെണ്ണക്കോട്, ചാൻസ അബ്ദുൾ റഹ്മാൻ, നാഫൽ പാറക്കുന്ന്, ബാസിത് മുക്കം തുടങ്ങിയവരും ജനകീയ സദസ്സിൽ സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് ലഹരി കടത്ത് തടയുന്നതിനായി നിരവധി പരിശോധനകളാണ് നടക്കുന്നത്. പിടിക്കപ്പെടുന്നവർക്ക് വധശിക്ഷ അടക്കം കടുത്ത ശിക്ഷാ നടപടികളും നടപ്പിലാക്കുന്നുണ്ട്. മീഡിയ 1 റിയാദ്. സൗദിയിൽ ജിസാൻ OICC ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. അനുസ്മരണ ചടങ്ങ് നാസർ ചേലാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ഫുട്ബോൾ ലീഗ് സ്വാഗത സംഘം രൂപീകരണവും അരങ്ങേറി. റിയാസ് മട്ടന്നൂർ, ഷാജി, റിയാസ് KPK തുടങ്ങിയവർ സംസാരിച്ചു. കുവൈത്തിലെ തലശ്ശേരി നിവാസികളുടെ കൂട്ടായ്മയായ തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ SSLC, +2 ബിരുദം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. മുഖ്യ രക്ഷാധികാരി ഹംസ മേലേക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് C. ഉബൈദുള്ള, PK സുരേഷ് എന്നിവർ പ്രഭാഷണം നടത്തി. റമീസ് പാറാലിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി.